അപ്പൊ കോമഡി ഇന്നലെ ആയിരുന്നു കൊങ്ങമ്പട. എന്താണ് ഇൻട്രോ എടുക്കുന്നത്? നല്ല തിരക്കായിരുന്നു. ആ വീടിൽ തിരക്കായിരുന്നു. പിന്നെ വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം വരുമ്പോ തന്നെ 12 മണിയായിരുന്നു. ആ ടൈമായിരുന്നു. അപ്പൊ കഴിച്ചിട്ട് സമയത്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളൊന്ന് വീഡിയോ ഒക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാ വീഡിയോ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതെ, വേലക്ക് പോയിട്ട് കഴിച്ചില്ല, ഒന്നും വേലക്ക് പോയിട്ട് കഴിച്ചില്ല, ആസ്വദിക്കുകയായിരുന്നു. പിന്നെ ചന്തവാണയത്തിന് അപ്പൊ പോയപ്പോഴാണ് നമ്മൾ കൂടുതൽ കഴിച്ചു കേട്ടോ. പിന്നെ ഐസ്ക്രീം കഴിച്ചു, പാനീപൂരി കഴിച്ചു, താളം കഴിച്ചു, ഫുൾഷാപ്പ് കഴിച്ചു, കുറുക്കി സർബത്ത് കഴിച്ചു, പിന്നെ സ്പ്രിംഗ് പൊട്ടാറ്റോ കഴിച്ചു. അങ്ങനെ 6 ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിയതും അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് ഇന്നലെ നടന്ന കൊങ്ങമ്പടയുടെ കുറിച്ചുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഓക്കെ. കൊങ്ങൻപട ദിവസം കാലത്ത് അവിയിടുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ മാവ് കൊണ്ട് കോലം വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാ വീട്ടുകളിലും ഇതുപോലെ അവിയിടും. കുമ്മാട്ടി ദിവസവും കൊങ്ങൻപട ദിവസവും അവിയിടും കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും കൊങ്ങൻപട ദിവസമാണ് ചെയ്യാറ്. പാടത്ത് മാത്രം കണ്ടുവരുന്ന എരിക്കിൻ്റെ ഇല, അത് 7, 9, 11 എത്ര വേണമെങ്കിലും ആവാം. അത് വലിച്ചു വന്ന് നമ്മൾ ഈ ഓരോ കോളത്തിലും വെച്ച് അതിന്മേലെ ഓരോ ഉണ്ണിയപ്പവും പ്രസാദവും ഒക്കെ വെച്ച് നാക്കിലിയിൽ പായസവും വെല്ലം, പഴം, ഉണ്ണിയപ്പം ഒക്കെ വെച്ച് നമ്മൾ പൂജ കഴിക്കും കേട്ടോ. നമ്മളുടെ വീട്ടിലും വീട്ടുകാർക്കൊക്കെ ഐശ്വര്യം വരുത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. ദിയാക്കുട്ടി എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഓർമ്മയിലെ ആദ്യത്തെ കൊങ്ങൻപടയാണ് കേട്ടോ. ഇതിനു മുന്നേ അവൾക്ക് കുഞ്ഞായിരിക്കുമ്പോഴാണ് നമ്മൾ പൂജ ചെയ്തിരിക്കുന്നത്. അവൾക്ക് ഇപ്പൊ 4 വയസ്സായി. അപ്പൊ അവൾക്ക് ഇതൊക്കെ അറിയാൻ തുടങ്ങിയല്ലോ. അപ്പൊ അവള് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഇതൊക്കെ എന്താണ്, ഇതെന്ത് ഇലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരാദ്യമായിട്ട് കാണുകയല്ലേ ഇതൊക്കെ. എനിക്കറിയുന്ന രീതിക്കൊക്കെ ഞാൻ പൂജ ചെയ്തിട്ടുണ്ട്. ഞാൻ മാവേലി വെക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയൊക്കെയാണ് ഞാൻ വെച്ചത്. അങ്ങനെ കുറേ തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ ചെയ്യാറ്. കുട്ടിക്കാലത്ത് നമ്മൾ ഈ ഉണ്ണിയപ്പവും പായസമൊക്കെ വെച്ച് പൂജ കഴിക്കുമ്പോൾ ചുറ്റൂടും എപ്പോഴാണ് കഴിയുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല കുട്ടിയെ പോലെ നോക്കി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക്. അതാണ് ദിയാക്കുട്ടിനെ കാണുമ്പോൾ തോന്നുന്നത്. ഇനി പൂജ കഴിഞ്ഞിട്ട് കാലത്തെ പരിപാടി വേറൊന്നുമില്ല. പൂജ കഴിഞ്ഞ് ഇനി വൈകുന്നേരം നമ്മൾ വേല കാണാൻ വേണ്ടി പോകണം. അതിന് മുന്നായിട്ട് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കി നേരത്തെ തന്നെ നമ്മൾ വേല കാണാൻ പോകും കേട്ടോ.
Ready. ഓടിക്കോ 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 റെഡി എടുത്തു അത്തേ ഓടിച്ചു വാ. കുട്ടികളും ശൂർപ്പണകയും ചെണ്ടമേളവും ഒക്കെ പോകുന്നത് കാണാം. ശൂർപ്പണക കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് പാല് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ദിയാക്കുട്ടിനെ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അവൾ സമ്മതിച്ചു, ഒന്നും ചെയ്യില്ല. കുട്ടികളൊക്കെ പേടിയാണ്, അവരുടെ രൂപമൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ പേടിയാണ്. ദിയാക്കുട്ടി പിന്നെ കുറച്ച് 4 വയസ്സൊക്കെ ആയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ പോയി, കരഞ്ഞൊന്നുമില്ല. അതൊരു ഭാഗ്യം. യൂട്യൂബർ വാച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുതരേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ വേല അങ്ങോട്ട് കടന്നതിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് വന്ന് നിന്നത് കേട്ടോ.
അവിടെ ആകുമ്പോൾ കുറച്ച് തിരക്ക് കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൊട്ട് മേളമൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാൻ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ വേലകളും ഒക്കെ ആയിട്ട് അടിച്ചിട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ആനനെയും പിന്നെ ആനനെ നമ്മളാ കുഴപ്പമില്ല സൈഡ് വെച്ച് കണ്ടത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും അല്ല, അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ അമ്പലത്തിന്റെ തന്നെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം അത്രയും ജനക്കൂട്ടവും ജനത്തിരക്കും നല്ല തിക്കി തിരങ്ങിയ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നാലും മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോ. പകുതി പിന്നെ വീട്ടില് നടന്ന പൂജയൊക്കെ കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? എല്ലാവർക്കും വീട്ടിൽ നടന്ന പൂജയൊക്കെ ഞങ്ങൾ ഇഷ്ടമാണ്. എല്ലാ വർഷവും ഇങ്ങനെയാണ് പൂജ കഴിക്കുന്നത്. അപ്പൊ നല്ല പൊങ്ങൻമട ദിവസം വന്നാൽ തന്നെ നല്ലൊരു ആഘോഷമാണ് കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. നിങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ വൈകിട്ട് എന്നായിരുന്നു. ഇനി അടുത്ത വീഡിയോ നമ്മള് പുതിയത് എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ കമന്റ് ചെയ്യുക, ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ. ബൈ. Flow.